ശ്രീ എസ് അജയകുമാർ, KSRTCയെ ലാഭത്തിലാക്കുന്നതിന് പൂർണ്ണമായ ഒരു കൊമേഴ്സ്യൽ മോഡലിലേക്ക് കൊണ്ടുവരേണ്ടതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എന്തു ചെയ്യാൻ കഴിയും? പൊതുജനങ്ങൾക്ക് സർവീസ് കൊടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അങ്ങനെ പൊതുജനങ്ങൾക്ക് നല്ല സർവീസ് കൊടുക്കുന്നതോടൊപ്പം ഈ സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന ജീവനക്കാരന്റെ തൊഴിലും കൂലിയും സംരക്ഷിക്കപ്പെടണം. അതാണ് ഞങ്ങളുടെ ടേസ്റ്റ് എംപ്ലോയീസ് സെഗ്മെന്റ് ലൈൻ. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. നേരത്തെ സെൻകുമാർ സാർ പറഞ്ഞത് ഒരു വളരെ വസ്തുതാപരമായ ഒരു കാര്യമാണ്. രാഷ്ട്രീയക്കാരന് വേണ്ടി മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഈ സ്ഥാപനത്തെ തിരിച്ചു വിൽക്കുന്നുള്ളത്. അതിനൊരു പഞ്ചായത്ത് മുതൽ MLA വരെയുള്ള ആളുകൾ ഈ മാനേജ്മെന്റിനെയും സർക്കാരിനെയും സമീപിച്ച് അവർ ബസ് വിട്ട് അവരുടെ ഒരു വോട്ട് ബാങ്കാണ്. അങ്ങനെ ഒരു വോട്ട് ബാങ്ക് ആക്കി ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ. ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പോ എവിടെയുള്ള ആളാണ് അദ്ദേഹം, പത്തനാപുരത്തുകാരന്. ഇട റോഡുകളിൽ പോലും ലാഭനഷ്ടം നോക്കാതെ സർവീസ് നടത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇതിന് കെടുകാര്യസ്ഥത ഉണ്ട്. സെൻകുമാർ സാറിന്റെ സമയത്ത് ആണ് ആദ്യമായി നമ്മള് ചെയിൻ സർവീസ് പാറശാല മുതൽ കാസർഗോഡ് വരെ ചെയിൻ സർവീസ് തുടങ്ങുന്നത്. അങ്ങനെ ചെയിൻ സർവീസ് തുടങ്ങി KSRTC റിക്കാർഡ് വരുമാനം ഉണ്ടായിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ചെയിൻ സർവീസുകളെല്ലാം പലതും അന്യം നിന്ന് പോയി. അതൊന്നും ഇപ്പൊ ഫലപ്രദമായി അതൊന്നും ഓടുന്നില്ല. ഈ കോവിഡ് സമയത്ത് ബസ്സുകൾ പാർക്കിങ്ങിൽ ഒതുക്കി, അതിനെ ഇടിച്ചൊതുക്കി. അതൊക്കെ ഇവിടെ നേരത്തെ അജയകുമാർ പറഞ്ഞതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ വന്ന് ഇവിടെ കിടക്കുന്ന സ്വിഫ്റ്റ് ബസിന്റെ ഏതെങ്കിലും ഒരു മുക്കും മൂലയും ഡാമേജ് വരാത്ത ഒരു വണ്ടി ഉണ്ടെങ്കിൽ കാണിച്ചു തരും. KSHൽ നാളിതുവരെ വന്ന ജീവനക്കാരിൽ എത്ര പേര് നിലനിൽപ്പുണ്ട്, എത്ര പേര് കൊഴിഞ്ഞു പോയി, റിസൈൻ ചെയ്തു പോയി. ഇതൊരു ഡ്രൈവിംഗ് സ്കൂളാണ്. KSRTC ഒരു ഡ്രൈവിംഗ് സ്കൂളാണെന്നുള്ളത് ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് യാത്ര പ്രദാനം ചെയ്യുന്ന സ്ഥാപനം എന്നൊരു ഉത്തരവാദിത്തമുള്ള ജീവനക്കാർ വേണം. ആ ഉത്തരവാദിത്തമുള്ള ജീവനക്കാരെ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി തന്നെ പോസ്റ്റ് ചെയ്യണം. ഒന്ന്, എന്തുകൊണ്ട് ഞങ്ങള് ഈ സംവിധാനത്തെ എതിർക്കുന്നു എന്ന് കേട്ടാൽ, വെറും 715 രൂപ ശമ്പളത്തിനാണ് അവരെ ഇവിടെ ജോലിക്ക് എടുത്തിരിക്കുന്നത്. ഒരേ സ്വഭാവമുള്ള ജോലിക്ക് 2 തരത്തിലുള്ള കൂലി. ഇത് തൊഴിൽ ചൂഷണവും കൂടെയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു തൊഴിലാളികൾ ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. ഈ സ്ഥാപനം മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഇതിൽ സ്ഥിരം ജീവനക്കാരെ നിയമിക്കണം. 1000 ബസ്സുകൾ ഇറക്കണം. 160 ബസ്, 300-400 ബസ് ഇറക്കിയിട്ട് KSRTC ഇറക്കി അവകാശപ്പെട്ട് ഈ പഞ്ചായത്തിലേക്ക് നിയമസഭാ ഇലക്ഷനിൽ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഈ ഗിമ്മിക്കുകളെന്ന് വിലപ്പോവില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്.